ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ട്? നല്ല റെയിനി സീസൺ, അപ്പം നല്ല തണുപ്പാണ്. അപ്പോൾ എല്ലാ മക്കളും ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണല്ലേ. അമ്മമാരെല്ലാം പുതിയ പുതിയ ഡിഷസൊക്കെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടൈം ഔട്ടാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പയർ തോരൻ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ പയറിലത്തോരൻ. ഒരു പഴമയുടെ ഒരു രുചിക്കൂട്ടിൽ പയറിലത്തോരൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു ബീൻസ് ലീഫ് റെസിപ്പി. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പയറിലേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇന്ന് കരുതി ഈ കുറച്ച് പയറിലേക്ക് പറിച്ച് നമുക്കൊന്ന് തോരൻ വെച്ച് നോക്കാം എന്ന് കരുതി. അങ്ങനെ ഇതാ കേട്ടോ പയറില. ഇതിൻ്റെ തളിരിലയാണ് നമ്മുടെ അടുത്ത് പയർ തോരനായിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിൽ തളിരില വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ അല്ലാതെ നമ്മുടെ ഒരു ഇച്ചിരി മീഡിയം സൈസിലുള്ള ഇല നോക്കി എടുക്കുവാണ് കേട്ടോ. അതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പയറിലയിലൊക്കെ ധാരാളം വൈറ്റമിൻ എ, സിങ്കും അടങ്ങിയിട്ടുണ്ട്. അയണൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കിഡ്നി സ്റ്റോൺസിനൊക്കെ വളരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ലീഫ് എന്ന് പറയുന്നത്, നമ്മുടെ ബീൻസിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അതിലേക്കായിട്ട്. അപ്പം നമ്മൾ കീരത്തോരനൊക്കെ പച്ചക്കീര, ചുമന്ന കീരയൊക്കെ നമ്മൾ അരിയുന്നില്ല, അതുപോലെ ആ ചീര അരിയാൻ എടുക്കുന്ന പോലെ ഒന്നൊന്നായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ ഒഴുകി മാറ്റി ഒന്നൊന്നായിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ തോതിലുള്ള തണ്ടൊക്കെ അതിൻ്റെ നെറ്റിഭാഗത്തുണ്ടാകാം, പക്ഷെ നമ്മളതൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ആവശ്യമില്ലാത്തവ കളഞ്ഞിട്ട് അതിനൊന്ന് ചേർത്തെടുക്കുക. നന്നായിട്ട് നമ്മൾ കീര അരിയുന്നത് കൂട്ട് ചെറിയ തോതിൽ നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലതാണ് കേട്ടോ, നമ്മുടെ അയൺ അടങ്ങുന്ന ആഹാരമാണ്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിഞ്ഞെടുത്ത് ഇതുപോലെ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പയറില നല്ല തോതിൽ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു അളവിലാണ്, ഈ ഒരു ചെറിയ തോതിൽ കുഞ്ഞു കുഞ്ഞ് പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്കായി ഞാനൊരു 4 വെളുത്തുള്ളി കേട്ടോ, 4 വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചെറിയ തോതിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു 2 വെളുത്തുള്ളി കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിതിൽ ഒരു 4 വെളുത്തുള്ളിയാണ് ഇതിലോട്ട് ചെറിയ തോതിൽ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അടുത്തൊരു 4 പച്ചമുളക് കേട്ടോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 4 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിലാവശ്യമായിട്ടൊരു 4 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 5ഓ 6ഓ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക്, ഒരു 4 എണ്ണം, ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് നന്നായിട്ട് വെളുത്തുള്ളി അരിഞ്ഞതുപോലെ തന്നെ ചെറിയ തോതിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചീര, അതിലോട്ട് എന്തുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, 4 പച്ചമുളക് അരിഞ്ഞ് ചേർത്തു. നമ്മൾ ഗ്യാസിലോട്ട് നമ്മുടെ ചീനിച്ചട്ടി കടുതാളിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം തോരാനായിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കടുക് നമ്മുടെ വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണോ 2 സ്പൂണോ വെളിച്ചെണ്ണ ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഉള്ളി ചെറിയ തോതിൽ അരിഞ്ഞൊരു 2 ചെറിയ ഉള്ളി അരിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലവർ ഉള്ളി ഉപയോഗിക്കാറില്ല, കടുകും കറിവേപ്പിലയും മാത്രമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ഒരു 2 അടപ്പ് എണ്ണ വീതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇച്ചിരി 2 ഉള്ളി ചെറിയ തോതിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വന്നതിന് ശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താളിച്ച് നല്ല ഉള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം ഞാൻ എൻ്റെ കീര, അതായത് നമ്മുടെ പയറില വേവിക്കാനായിട്ട് അതിൽ മുഴുവനായിട്ട്, നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നും കേട്ടോ ഈ പയറില, പക്ഷേ ഇതൊന്ന് വെന്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കീരിയും ചീരയൊക്കെ വയ്ക്കുമ്പോൾ അറിയാം, ഇതൊക്കെ വെന്ത് വരും നമുക്ക് ഇച്ചിരിയേ കിട്ടുകയുള്ളൂ. ഒരു ചെറിയ തോതിൽ ഒരു 2 അടപ്പ് പാത്രത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പൂണ് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേവിക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക.
നന്നായിട്ട് കുഴച്ച് ഇതിന് വെള്ള ഈർപ്പം ഇച്ചിരി ഉണ്ടാവും. കാരണം നമ്മുടെ കീരയിലൊക്കെ ചിലവർ ഇതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ടൊന്ന് പിഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ വെള്ളം നല്ല തോതിലൊന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അത് വെള്ളം തോരാനായിട്ട് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തോരാനായിട്ട് നല്ല വേഗ് കിട്ടാനായിട്ടും ഞാനതിൽ ഓൾറെഡി അതിൽ വാട്ടർ ഉണ്ട്. പക്ഷെ ഞാനതിൽ ഒരു 2 പിടി അല്ലെങ്കിൽ ഒരു 2 തുള്ളി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഒരു 2 തുള്ളി വെള്ളം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ 1 സ്പൂൺ വാട്ടറോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേഗ് വന്നിട്ട് പെട്ടെന്ന് വേഗം എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വിശപ്പുണ്ട്, അപ്പോൾ പെട്ടെന്നൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയുടെ കൂടെ തന്നെ ജീരകം അരച്ചെടുക്കാം. അപ്പം ഞാൻ തേങ്ങയും ജീരകപ്പൊടിയും അരച്ച്, തേങ്ങ മാത്രമായിട്ട് അരച്ചെടുക്കുന്ന തേങ്ങയും ജീരകപ്പൊടിയും ഇട്ട് നന്നായിട്ട് അരച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അടച്ച അരപ്പൊന്ന് തട്ടിക്കൊടുത്ത് ഒന്ന് മിക്സപ്പ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്, നമ്മുടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.